എന്റെ പ്രിയമുള്ള ഭാര്യ ഭർത്താക്കന്മാരോട് അള്ളാനെ പേടിച്ച് ജീവിക്കു പൊന്നുപോര്, അള്ളാനെ പേടിച്ച് ജീവിക്കു പൊന്നുപോര്. എന്റെ പ്രിയമുള്ളവരെ, വ്യഭിചാരം വല്ലാതെ വർദ്ധിക്കുന്ന കാലമാണല്ലോ. പ്രണയമില്ലാത്ത പെണ്ണുങ്ങളില്ല, പ്രണയമില്ലാത്ത ആണുങ്ങളില്ല. സ്കൂളിൽ പഠിക്കുന്നവർ മുതൽ 3-4 പെറ്റ ഉമ്മ വരെ എല്ലാവരും കണക്കാണല്ലോ. ഈ വിഷയത്തിൽ എല്ലാവരും സമന്മാരാണല്ലോ. അതുകൊണ്ട് ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, 2 പാപങ്ങൾ ഏത് വീട്ടിലുണ്ടോ ആ വീട്ടുകാരുടെ ആയുസ് കുറയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, ഈ പറയുന്ന 2 തെറ്റുകൾ നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ തിരുത്തടേ. ഈ പറയുന്ന 2 തെറ്റുകൾ നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ തിരുത്തടേ. തിരുത്താ മനസ്സില്ലെങ്കിൽ നിന്റെ മക്കളെ യതീമായി പോകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. നിന്റെ മക്കളെ അധികം നാള് കാണാൻ നിനക്ക് യോഗമില്ല. നിന്റെ മക്കൾ ഉപ്പാ എന്ന് വിളിക്കുന്നത് കേൾക്കാ, അവരെ ഒന്ന് സ്നേഹിക്കാ നിനക്ക് ഭാഗ്യമുണ്ടാകില്ല ചെറുപ്പക്കാരാ. പെങ്ങളെ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഈ പറയുന്ന 2 തെറ്റുകൾ നിനക്കോ നിന്റെ ഭർത്താവിനോ ഉണ്ടെങ്കിൽ മോളെ ഇന്ന് തൗബ ചെയ്ത് നിന്നാകട്. ഭർത്താവിന്റെ കാല് പിടിച്ചിട്ട് കരപെണ്ണ് പട്ടിണി കിടക്ക് പൊന്നുമോളെ. നിന്റെ ഭർത്താവിന്റെ ഈ മോശമായ സ്വഭാവം മാറ്റട്. അങ്ങനെ മാറ്റാ മനസ്സില്ലാതെ നീയും നിന്റെ ഭർത്താവിന്റെ കൂടെ കടിഞ്ഞാ നീ വിധവയായി പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, 2 തെറ്റുകൾ ആരുടെ ജീവിതത്തിലുണ്ടോ അവന്റെ ആയുസ് കുറഞ്ഞു പോകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. നബിയുനാ റസൂലുള്ളാഹി നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തിരുത്താൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ 2 കാര്യം പറഞ്ഞിട്ട് നമുക്ക് പിരിയാം ഇൻഷാ അല്ലാഹ്. എല്ലാവരും കുറച്ചു നേരം കൂടി ഇരിക്കൂലേ? കുറച്ചു നേരം കൂടെ ഇരിക്കൂലേ? 3 സ്വലാത്ത്. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. ആയുസ് കുറച്ചു കളയുന്ന 1ാമത്തെ തെറ്റ്, വ്യഭിചാരം ഏത് വീട്ടിലുണ്ടോ ആ വീട്ടുകാരന്റെ ആയുസ് കുറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. വ്യഭിചാരം ആരുടെ വീട്ടിലുണ്ടോ ആ വീട്ടുകാരുടെ ആയുസ് കുറഞ്ഞു പോകും. അല്ലാഹു പുറത്തിരുമാറാകട്ടെ. അല്ലേ, വ്യഭിചാരം ഓരോ ചെറുപ്പക്കാര് വല്ല ഗൾഫുകാരന്റെ ഭാര്യയും വിളിക്കുമ്പോ ഓടി പോകുമ്പോ നീ ആലോചിക്കണം, മോനെ നിന്റെ ആയുസാടാ കളയണേ. നിന്റെ ആയുസ് 50 വയസ്സ് വരെ 60 വയസ്സ് വരെ അല്ലാഹു എഴുതി വെച്ച ആയുസ് നേരത്തെ നീ കീറിക്കളയ. ഓരോ പെണ്ണിന്റെ മുന്നിൽ പോയി നീ കിടക്കുമ്പോഴും നീ ചിന്തിക്കണം, നിന്റെ വീട്ടിൽ നിന്റെ പൊന്നുമോൻ അല്ലാഹനെ ഒന്ന് ഓർത്തില്ലെങ്കിൽ നീ നിന്റെ കുഞ്ഞിനെ ഒന്ന് ഓർക്ക്. നിന്റെ രക്തത്തിൽ പിറന്ന നിന്റെ പൊന്നുമോൻ അവൻ വാപ്പാ ഉമ്മ എന്ന് വിളിക്കുന്നത് കേൾക്കാൻ അല്ലാഹുവേ പ്രസന്നെ നീ പോയ ആ കുട്ടികളുടെ അവസ്ഥയെ നാലേക്ക്, നീ പോയ കുഞ്ഞുങ്ങളുടെ അവസ്ഥയെ നാലേക്ക്. ആര് നോക്കും മോനെ? ആര് നോക്കും മോനെ? അല്ലാഹുവേ, പെൺകുട്ടികളെ കെട്ടിക്കാനില്ലാതെ പള്ളിയുടെ മുന്നിൽ പോയി നിന്റെ ഭാര്യ യാചിക്കേണ്ട ഗതി അല്ലാഹുവേ അങ്ങനെ ഒരു അവസ്ഥയെ തൊട്ട് നീ കാക്കണേ തമ്പുരാനെ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, വ്യഭിചാരം ഏത് വീട്ടിലുണ്ടോ ആ വീട്ടുകാരുടെ ആയുസ് കുറഞ്ഞു പോകും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വ്യഭിചാരം എന്ന് പറഞ്ഞാൽ ആണിന്റെയും പെണ്ണിന്റെയും ഗുഹ്യഭാഗങ്ങൾ തമ്മിൽ ചേരുന്നതിന് മാത്രമല്ല വ്യഭിചാരം എന്ന് പറയുന്നത്. കണ്ണിന് വ്യഭിചാരമുണ്ട്, ചെവിക്ക് വ്യഭിചാരമുണ്ട്, നാവിന് വ്യഭിചാരമുണ്ട്, കൈക്ക് വ്യഭിചാരമുണ്ട്. ഓരോ അന്യ പെണ്ണിനെ കാണൽ, അന്യ പുരുഷനെ കാണൽ കണ്ണിന്റെ വ്യഭിചാരം. മണിയറ രഹസ്യം നാവ് കൊണ്ട് പറയൽ. ഒരു പെണ്ണുങ്ങളൊക്കെ ജിയോ വന്നതോടുകൂടി കത്തീരാണല്ലോ വീടിനകത്തില്ലേ. രാവും പകലും കത്തിക്കാൻ ഇങ്ങനെ ഫോൺ, പൈസ ഒന്നും വേണ്ടല്ലോ, ജിയോ എടുത്തിട്ട് ഇങ്ങനെ ഉമ്മ ഒരു റൂമിൽ, മോൾ ഒരു റൂമിൽ, മോൻ ഒരു റൂമിൽ. അവരെ കൊണ്ടാണ് അംബാനി ജീവിക്കണേന്ന് തോന്നുന്നു. ചില ചെറുപ്പക്കാരുടെ വിളി കണ്ട വിളിച്ചു
ചെവിയുടെ വ്യഭിചാരം, അന്യ മോശമായ കാര്യങ്ങൾ കേൾക്കൽ, മോശമായ കാര്യങ്ങൾ പറയൽ, നാവിന്റെ വ്യഭിചാരം, അന്യ പെണ്ണിന്റെ ശരീരത്ത് തൊടൽ, കൈയുടെ വ്യഭിചാരമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കാമുകിയുടെ വീട്ടിലേക്ക് പോകൽ കാലിന്റെ വ്യഭിചാരം. അതുകൊണ്ട് ശരീരത്തിന്റെ ഓരോ അവയവത്തിനും വ്യഭിചാരമുണ്ട്. അല്ലാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ. രണ്ട് ആയുസ് കുറച്ചു കളയുന്ന രണ്ടാമത്തെ കാര്യം, എന്റെ പെണ്ണുങ്ങൾ നല്ലതുപോലെ ഉറങ്ങാതിരുന്ന് കേൾക്കണം. 2 ഹറാമായ സമ്പത്ത് ഏത് വീട്ടിലുണ്ടോ ആ വീട്ടുകാരന്റെ കാര്യം തീരുമാനമാകുമെന്ന് നബിയിനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ഹറാമായ സമ്പത്ത്, പണം മതിയല്ല എല്ലാവർക്കും. അതവനെ മൂട്ടിച്ചിട്ടാകട്ടെ, പിടിച്ചു പറിച്ചിട്ടാകട്ടെ, കള്ളത്തരങ്ങൾ കാണിച്ചിട്ടാകട്ടെ, പലിശക്കെടുത്തിട്ടാകട്ടെ, ലോട്ടറി എടുത്തിട്ടാകട്ടെ, കള്ള് കച്ചവടം നടത്തിയിട്ടാകട്ടെ, സ്കൂളിൽ പഠിക്കുന്ന മക്കൾക്ക് കഞ്ചാവ് കൊടുത്തിട്ടാകട്ടെ. അല്ലാഹു അക്ബർ. യവനൻ വലിയവനല്ല, വലിയവൻ 50-60 വയസ്സുള്ളവനല്ല. സ്കൂളിൽ പഠിക്കുന്ന 15 വയസ്സുള്ള മക്കൾക്ക് കഞ്ചാവും മയക്കുമരുന്നും കൊടുത്തിട്ടാകട്ടെ, പണം മതി, പണ്ടം നിറച്ചാ മതി. അല്ലാഹുവേ പടച്ചവനെ, ഇല്ലേ മുസ്ലിം പെണ്ണുങ്ങളൊക്കെ ഇപ്പൊ കച്ചവടം തുടങ്ങിയിരിക്കണം. ആണുങ്ങളൊക്കെ മാറി, ആണുങ്ങൾ ഫീൽഡ് വിട്ടപ്പോ കഞ്ചാവ് കച്ചവടത്തിനൊക്കെ പെണ്ണുങ്ങൾ ഇറങ്ങിയിരിക്കാം. എന്റെ പ്രിയമുള്ളവരെ, ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, സമ്പത്തിനോട് വല്ലാത്ത ആർത്തി വേണ്ട ചെറുപ്പക്കാർ പെണ്ണെന്നറിയുമോ? രാവിലെ ജോലിക്ക് വേണ്ടി ഇറങ്ങി പോകുന്ന ഭർത്താവ്, രാവിലെ ജോലിക്ക് വേണ്ടി ഇറങ്ങി പോകുന്ന ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് വൈകുന്നേര സമയത്തിന് പൈസ ഒന്നും കിട്ടാതെ, ഭക്ഷണമൊന്നും കിട്ടാതെ വൈകുന്നേരത്ത് വെറും കയ്യോടെ ഈ വീട്ടിലേക്ക് കയറി വന്നാൽ ഞാനും എന്റെ മക്കളും പട്ടിണി കിടക്കാൻ തയ്യാറാ. ഹറാമിന്റെ പൈസയുമായിട്ട് ഈ വീട്ടിലേക്ക് വരല്ലേ എന്ന് ഭർത്താവിനോട് ഓർമ്മപ്പെടുത്തുന്ന പെണ്ണിന് സ്വർഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദരാ സഹോദരിമാരെ, അല്ലാഹുവേ പണത്തിനോട് വല്ലാത്ത ആർത്തി വേണ്ട, സമ്പത്തിനോട് വല്ലാത്ത മോഹം വേണ്ട. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, കള്ള് കച്ചവടവും കഞ്ചാവും മയക്കുമരുന്നും പടച്ചവരെ കൊട്ടേശം പണി പോലും നടത്തുന്ന ചെറുപ്പക്കാരുണ്ടല്ലോ. എല്ലാവർക്കും പണം മതിയല്ലോ. എന്റെ പൊന്നുമോനെ, പണത്തിന്റെ പുറകെ പോകണ്ട. അതുകൊണ്ട് നിനക്കൊന്നും നേടാനില്ല. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ പ്രവാചകനെ പറഞ്ഞു തരികയാണ്, എന്റെ പ്രിയമുള്ള പെങ്ങളെ, നമ്മുടെ വീട് എങ്ങനെയാകണമെന്നറിയുവോ? നമ്മുടെ വീട് എങ്ങനെയാകണമെന്നറിയുവോ? പ്രിയമുള്ളവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ പള്ളിയുടെ മുന്നിലിരിക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ നടന്നു വരികയാണ്. മഹാനായ മിസ്അബ് റളിയല്ലാഹു തആല അൻഹു, മിസ്അബ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ നടന്നു വരികയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ചെറുപ്പക്കാരനെ കണ്ടിട്ട് കരയാൻ തുടങ്ങി, കണ്ണുനീരിങ്ങനെ വലിക്കാൻ തുടങ്ങി. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ മിസ്അബ് വന്നിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, എന്തേ നബിയേ കരയുന്നത്? എന്തേ നബിയേ കരയുന്നത്? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, മിസ്അബേ, നിന്റെ പഴയ കാലം ഓർത്തിട്ട് കരഞ്ഞതാ മിസ്അബേ. ആരാ മിസ്അബ് എന്നറിയുവോ? മക്കയിലെ ഏറ്റവും വലിയ കോടീശ്വരന്റെ മകനായിരുന്ന മിസ്അബ്. സ്വർണത്തിന്റെ വസ്ത്രമാണ് മിസ്അബ് ധരിച്ചിരുന്നത്. മിസ്അബ് കുതിരയുടെ മുകളിലിരുന്ന് പോകുന്നത് കാണാ മക്കയിലെ പെണ്ണുങ്ങളെ വന്ന് കാത്തിരിക്കുമായിരുന്നു. മക്കയിലെ പെണ്ണുങ്ങളെ വന്ന് കാത്തിരിക്കുമായിരുന്നു. എന്റെ പ്രിയമുള്ളവരെ, അവസാനം മിസ്അബ് റളിയല്ലാഹു തആല ഇസ്ലാമിലേക്ക് കടന്നു വരികയാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ വന്ന് ഷഹാദത്ത് കലിമ ചൊല്ലി മുസ്ലിമായി. പക്ഷേ മിസ്അബ് ലോകത്ത് ഏറ്റവും കൂടുതൽ പേടിച്ചത് തന്റെ ഉമ്മാനെയായിരുന്നു. ഉമ്മാനെ വല്ലാത്ത പേടിയായിരുന്നു. ഉമ്മ അറിഞ്ഞാലുള്ള അവസ്ഥയെ കുറിച്ച് മിസ്അബിന് വല്ലാത്ത പേടിയായിരുന്നു. അവസാനം മിസ്അബിന്റെ ഉമ്മ മുസ്ലിമായെന്നറിയുമ്പോ വീടിനകത്ത് പട്ടിണിക്കിട്ട് തല്ലിച്ചതയ്ക്കുകയാ. ഇന്നലെ വരെ യജമാനെന്ന് വിളിച്ചിരുന്ന വീട്ടിലെ ജോലിക്കാരെ മുഴുവനും മിസ്അബിനെ വീടിനകത്തിട്ട് തല്ലിച്ചതയ്ക്കുകയാണ്. ശരീരം മുഴുവനും രക്തത്തിൽ കുളിച്ചു കിടക്കുകയാ.
എന്ത് ചെയ്തിട്ടും ഇസ്ലാമിൽ നിന്ന് മടങ്ങി വരാതെ വന്നപ്പോ അതാ ഇവനെ വീടിന്റെ വെളിയിൽ കൊണ്ട് വലിച്ചെറിയാൻ പറഞ്ഞു. വീട്ടിലെ വേലക്കാര് മുഴുവനും മിസ്അബ് റളിയല്ലാഹു തആല വീടിന്റെ വെളിയിലേക്ക് കൊണ്ടുവന്ന് വലിച്ചെറിയുകയാ. അല്ലാഹുവേ, മിസ്അബ് വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങിയിട്ട് നടക്കാൻ തുടങ്ങുമ്പോ ഉമ്മ വിളിക്കുന്നു, മിസ്അബേ ഇവിടെ നിന്നിറങ്ങിപ്പോയാ എന്റെ സമ്പത്തിൽ നിന്ന് ഒരു രൂപ പോലും നിനക്ക് ഞാൻ തരൂല മിസ്അബേ. ഈ മക്കയുടെ പകുതിയും എന്റെതാ മോര്, ഈ മക്ക രാജ്യത്തിന്റെ പകുതിയും എന്റെതാ പൊന്നുപോര്, നിനക്ക് ഒരു രൂപ പോലും ഞാൻ തരില്ലെന്ന് പറയുമ്പോ മിസ്അബ് റളിയല്ലാഹു തആല അൻഹു ഇട്ടിരുന്ന വസ്ത്രപൂരി ഉമ്മയുടെ കയ്യിൽ കൊടുത്തിട്ടിരും നിങ്ങളുടേതാണ്, എനിക്ക് വേണ്ടെന്ന് പറഞ്ഞിറങ്ങി പോകുമ്പോ അതാ ഉമ്മ ശപിക്കുകയാ, ഉമ്മ ശപിക്കുകയാ. അവിടെന്ന് പറയുന്ന മിസ്അബ്, ഇനി ഒരിക്കൽ പോലും നീ എന്നെ ഉമ്മായെന്ന് വിളിക്കല്ലേ, യാ മരിച്ചാ പോലും നീ എന്നെ കാടാവരല്ലേ. എന്തിനാണ് അല്ലാഹുവിന്റെ റസൂല് കരഞ്ഞതെന്നറിയുവോ? റസൂലുള്ളാഹിയുടെ മുന്നിലേക്ക് നടന്നു വരുമ്പോ ഒരു പുതപ്പ് പുതച്ചിട്ടാണ് നടന്നു വരുന്നത്, ഒരു പുതപ്പ് പുതച്ചിട്ടാണ് നടന്നു വരുന്നത്. ആ പുതപ്പാണെങ്കിലോ 62 സ്ഥലങ്ങള് കീറിയിട്ട് തച്ചു വെച്ചിരിക്കുന്ന പുതപ്പാ. ഇത് കണ്ടിട്ടാ റസൂലുള്ളാഹി കരഞ്ഞത്. അവിടെന്ന് ചോദിച്ചു, മിസ്അബേ എന്തിനാ മിസ്അബേ ഇങ്ങനെ നടക്കുന്നത്? യാ റസൂലല്ലാഹ്, സ്വർഗ്ഗത്തിലെ വസ്ത്രം ധരിക്കാനാ നബിയേ, സ്വർഗ്ഗം കണ്ട് മരിക്കാനാ നബിയേ. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, അവസാന ഉഹുദിന്റെ രണാകണത്തിൽ യുദ്ധം കഴിഞ്ഞു. സഹാബത്ത് മുഴുവനും മയ്യത്ത് കഫം പൊതിഞ്ഞു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരേ ഒരു മയ്യത്ത് പൊതിയുന്നില്ല. സഹാബത്ത് മയ്യത്തിന്റെ മുന്നിൽ നിന്ന് കരയുകയാണ്. അള്ളാന്റെ റസൂൽ ചോദിച്ച്, എന്തിനാ കരയുന്നത്? അള്ളാന്റെ റസൂൽ ചോദിച്ച്, എന്തിനാ കരയുന്നത്? യാ റസൂലല്ലാഹ്, കഫൻ തുണി തികയുന്നില്ല നബിയേ, മയ്യത്ത് പുതിയ കഫൻ തുണി പോലുമില്ല. മിസ്അബ് റളിയല്ലാഹു തആല അൻഹു തലമറയ്ക്കുമ്പോ കാല് വെളിയിലാണ്, കാല് മറയ്ക്കുമ്പോ തല വെളിയിലാണ്. അവസാന തലമറച്ചിട്ട് കഫം പൊതിഞ്ഞു, 2 കാലും വെളിയിൽ കിടക്കുകയാണ്. പുല്ല് പറിച്ചു കൊണ്ടുവന്ന് കാലിൽ വെച്ച് കെട്ടി, പുല്ല് പറിച്ചു കൊണ്ടുവന്ന് കാലിൽ വെച്ച് കെട്ടി. പടച്ചുറപ്പ്, പടച്ചുറപ്പ്. അവസാന നമസ്കാരം കഴിഞ്ഞ് കബറിനകത്തേക്ക് മയ്യത്തിറക്കുമ്പോ കാലിൽ കെട്ടിവെച്ചിരിക്കുന്ന പുല്ലം കഴിഞ്ഞു പോയി. എല്ലാവരും കബറിന്റെ ചാരത്തിരുന്ന് കരയുകയാ. അള്ളാന്റെ റസൂല് കബറിന്റെ ചാരത്തിരുന്ന് കരയുകയാണ്. അള്ളാന്റെ റസൂല് പറഞ്ഞു കൊടുത്തു, സഹാബാ, മരിച്ചാ മിസ്അബിനെ പോലെ മരിക്കണേ സഹാബാ. പണത്തിന്റെ പുറകെ കിടന്ന് നെട്ടോട്ടമോടുന്ന യുവത്വേ, മരിച്ചാ മിസ്അബ് മരിച്ചതുപോലെ മരിക്കണം. വമിനന്നാസി മയ്യസി നഫ്സഹു ബതിഗാ മർളാത്തില്ലാഹ് വല്ലാഹു റഊഫുൻ ബിൽ ഇബാദ്. എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹു തന്ന സമ്പത്തും തന്റെ ജീവിതവും തന്റെ കുടുംബവും അള്ളാഹുവിനെ കൊടുത്തിട്ട് പകരം സ്വർഗം വാങ്ങിയിട്ട് സ്വർഗം കണ്ടിട്ട് മരിക്കടയുന്നു അള്ളാഹുവിന്റെ പ്രവാചകൻ തന്റെ അനുചരന്മാരോട് പറഞ്ഞു കൊടുക്കുമ്പോ അതിരാത്രി ഒരുമിച്ച് കൂടി എന്റെ പ്രിയമുള്ളവരോട്, അള്ളാഹുവേ, മരുന്ന് വാങ്ങാൻ ഗതിയില്ലാത്ത പാവങ്ങൾക്ക് വേണ്ടിയാ, ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ ഗതിയില്ലാത്ത എത്രയോ പാവങ്ങളുണ്ട്. പടച്ചവരെ, 15 കുടുംബത്തിന് ഓരോ മാസവും പടച്ചവരെ 1000 രൂപ വെച്ച് പടച്ചവരെ ഈ പാവപ്പെട്ട മക്കൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാ. 500 രൂപ വെച്ചാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഉസ്താദേ, ഈ വർഷം മുതല് 1000 രൂപ വെച്ചൊരു കുടുംബത്തിന് ഒരു മാസം കൊടുക്കണം ഉസ്താദ്. അല്ലാഹുവേ, ഒരു മാസം അവർക്ക് 15000 രൂപയാ ചിലവാകുന്നത്.
എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹു നിങ്ങൾക്ക് ഒരുപാട് സമ്പത്ത് തന്നിട്ടുണ്ടല്ലോ, അള്ളാഹു നിനക്ക് ജോലി തന്നല്ലോ, അള്ളാഹു നിനക്ക് വീട് തന്നല്ലോ, അള്ളാഹു നിനക്ക് തിന്നാ ഭക്ഷണം തന്നല്ലോ. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാ വകയില്ലാത്ത എത്രയോ പാവങ്ങളുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, സംഘാടകർ ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരികയാ. ആ ബക്കറ്റിനകത്തേക്ക് മനസ്സറിഞ്ഞുകൊണ്ടൊരു സദക്കയിടട്. അല്ലാഹുവേ, ഇട്ടാ കിട്ടുന്ന പ്രതിഫലം പറഞ്ഞു തരാ. ചെറുപ്പക്കാരാ, പൈസ ഇട്ടാൽ ആ ബക്കറ്റിനകത്ത്, നിന്റെ പോക്കറ്റിനകത്ത് ഇരിക്കുന്നതിലൊരു നല്ല സദക്ക, ഒരു നേരത്തെ ഭക്ഷണത്തിന്റെ പൈസയെങ്കിലും പടച്ചവരെ, ഒരു നേരത്തെ മരുന്നിന്റെ പൈസയാണല്ലോ. അല്ലാഹുവേ, ഒരു പാവപ്പെട്ട കുടുംബത്തിന് വേണ്ടിയാണല്ലോ. ഇട്ടാൽ അല്ലാഹു തരുന്ന പ്രതിഫലം ഞാൻ പറഞ്ഞു തരാ. അല്ലാഹു ദുനിയാവിൽ നിനക്ക് 3 പ്രതിഫലം തരും, അല്ലാഹു പരലോകത്ത് നിനക്ക് 3 പ്രതിഫലം തരും. മരണത്തിന് മുമ്പ് 3 പ്രതിഫലം, മരണത്തിന് ശേഷം 3 പ്രതിഫലം. എന്റെ പ്രിയമുള്ളവരെ, മറക്കല്ലേ, മറക്കല്ലേ. ഇന്നലെ കണ്ടവനെ ഇന്ന് കാണാത്ത ദുനിയാവാ. നിന്നെയും ഇതുപോലെയാക്കാൻ അല്ലാഹുവിന് കഴിവുണ്ട്. വെള്ളിയാഴ്ച പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി വരുമ്പോ പള്ളിയുടെ മുന്നിൽ തോർത്ത് വിരിച്ചിട്ട് യാചിക്കുന്നവനെ കണ്ടിട്ടുണ്ടല്ലോ. അവന്റെ മുഖത്തേക്ക് 10 രൂപ എടുത്തിട്ട് വലിച്ചെറിഞ്ഞിട്ട് ഇറങ്ങി പോകുന്ന പണക്കാരാ, നിന്റെ ഭാര്യയും ഇതുപോലെ പള്ളിയുടെ മുന്നിൽ കൊണ്ടുപോയിരുത്താൻ അല്ലാഹു എന്റെ പ്രിയമുള്ള മക്കളെ, ഒരു നല്ല ഭർത്താവിനെ നിനക്ക് വേണോ? സ്വന്തം മോൾക്ക് നല്ല ഒരു ഭർത്താവിനെ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന പെണ്ണ്, ഈ ബക്കറ്റിനകത്ത് 1 രൂപ ഇട്ടാ അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം. പൊന്നുമോളെ, നിനക്ക് അല്ലാഹു ഒരു നല്ല ജീവിതം തരും പെണ്ണ്. ഭർത്താവിന്റെ പീഡനം സഹിക്കാൻ കഴിയാതെ കരയുന്ന പെങ്ങളെ, അല്ലാഹു ആ മനുഷ്യനെ നന്നാക്കി തരും പെണ്ണ്. നിന്റെ ഭർത്താവിനെ അല്ലാഹു നന്നാക്കും പെണ്ണ്. ഭാര്യയുടെ പരിഹാസവും കുത്തുവാക്കുകളും കേട്ട് കേട്ട് മടുത്തിട്ട് കണ്ണീര് കുടിക്കുന്ന ചെറുപ്പക്കാരാ, ഈ ബക്കറ്റിനകത്ത് പൈസ ഇട്ടാ അല്ലാഹു നിനക്ക് തരുന്ന 1ാമത്തെ പ്രതിഫലം, നിന്റെ ഭാര്യ അല്ലാഹു നന്നാക്കി തരും. 2, ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളെ തരും ചെറുപ്പക്കാരാ. നിന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ അറിയുന്നോ? നിന്റെ മയ്യത്ത് നിസ്കരിക്കാൻ അറിയുന്നോ? വാപ്പയുടെ ഖബറിന്റെ ചാരത്ത് വന്ന് ദുആ ചെയ്യാൻ അറിയുന്നോ? നിന്നെ കയ്യിൽ പിടിച്ച് സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകുന്ന സാലിഹായ മക്കളെ കിട്ടും ചെറുപ്പക്കാരാ. 3, അല്ലാഹുവേ, ഒരു പാവപ്പെട്ട കുടുംബത്തിന്റെ 1 മാസത്തെ ഭക്ഷണത്തിന്റെ പൈസ 3ാമത്തെ പ്രതിഫലം പെങ്ങളെ. പൊന്നുമോളെ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഇന്ന് നീയും നിന്റെ ഭാര്യയും നിന്റെ മക്കളും കിടന്നുറങ്ങുന്നത് കാണാൻ പാതിരാത്രി ഒരുമിച്ച് കൂടിയവര്, ഇന്ന് നിങ്ങളുടെ വീട് കാണാൻ ഒരു അതിഥി വരുന്നുണ്ട്. ഇന്ന് നിങ്ങളുടെ വീട് കാണാൻ ഒരു അതിഥി ഇറങ്ങി വരികയാ. അല്ലാഹുവിന്റെ മലക്കിറങ്ങി വരും ചെറുപ്പക്കാരാ. ഇന്ന് നിന്റെ ഭാര്യയും മക്കളും നിങ്ങളും കിടന്നുറങ്ങുന്നത് കാണാ. ഇന്ന് മലക്കുകൾ ഇറങ്ങി വരുമെന്ന് പ്രവാചകൻ പഠിപ്പിക്കുമ്പോ അല്ലാഹുവിന്റെ ഖുർആൻ ഒരു വീടിനെ കുറിച്ച് പറഞ്ഞു. പരിശുദ്ധ ഖുർആൻ ഒരു വീടിനെ കുറിച്ച് പറഞ്ഞു. ഏത് വീടിനെ കുറിച്ചെന്നറിയുമോ? ഏത് വീടിനെ കുറിച്ചെന്നറിയുമോ? എന്റെ പ്രിയമുള്ളവരെ, വീട് ഞാൻ പറഞ്ഞു തരാ. അല്ലാഹുവേ, പാതിരാത്രി പടച്ചവരെ ഇശാ നമസ്കാരം കഴിഞ്ഞു. അല്ലാഹുവേ, നിസ്കരിക്കാൻ പോയ ഭർത്താവിനെയും മകനെയും കാണുന്നില്ല. വരണ്ട സമയം കഴിഞ്ഞു. ഭാര്യ വീടിന്റെ വാതിലിൽ കാത്തു നിൽക്കുകയാ. സ്നേഹമുള്ള ഭാര്യമാരെങ്ങനെയാണ്? 8 മണിക്ക് വരേണ്ട ഭർത്താവ് 8:30 വന്നില്ലെങ്കിലും പടച്ചവരെ സമാധാനമില്ല, ഇരിക്കാറില്ല. വീടിന്റെ മുന്നിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് നടക്കുകയാണ്. അതാ വീടിന്റെ കവാടത്തിൽ ഉമ്മു സുലൈ റളിയല്ലാഹു തആല അൻഹാ വീടിന്റെ കവാടത്തിൽ കാത്തു നിൽക്കുകയാ. തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് മഹാനായ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു, തന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ അനസ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്ത് പോയതാ. കാണുന്നില്ലല്ലോ, കാണുന്നില്ലല്ലോ. വീടിന്റെ കവാടത്തിൽ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. അവസാനം വീടിന്റെ മുന്നിൽ കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്കിന്റെ പ്രകാശത്തില് അവിടുന്ന് നോക്കുമ്പോ
ഭർത്താവും മകനും ഇങ്ങനെ നടന്നു വരികയാ. ഭർത്താവും മകനും ഇങ്ങനെ നടന്നു വരികയാ. ഉമ്മു സുലൈമിന്റെ മുഖത്ത് വല്ലാത്ത സന്തോഷമായി. ഉമ്മു സുലൈമിന്റെ മുഖത്ത് വല്ലാത്ത സന്തോഷമായി. പടച്ചവരെ, രണ്ടുപേരും അടുത്തടുത്ത് നടന്നു വരുമ്പോ മൂന്നാമതൊരു പ്രായമുള്ള മനുഷ്യനും കൂടെയുണ്ട്. ഉമ്മു സുലൈം റളിയല്ലാഹു തആല നോക്കുമ്പോ അല്ലാഹുവേ, പ്രായമുള്ള ഒരു മനുഷ്യനും കൂടെയുണ്ട്. വീടിനകത്തേക്ക് സലാം പറഞ്ഞു കടന്നു വന്നു. ഉമ്മു സുലൈം ചോദിക്കുന്നു, തൽഹ, ആരാ തൽഹ? ഒരു പ്രായമുള്ള മനുഷ്യന് കൂടെയുണ്ടല്ലോ. അവിടെന്ന് പറയുന്നു, പെണ്ണ്. ഇശാ നമസ്കാരം കഴിഞ്ഞ് വെളിയിലിറങ്ങിയപ്പോ അള്ളാന്റെ റസൂല് വിളിച്ചു ചോദിക്കുന്നു, സഹാബാ, ഒരു വഴിയാത്രക്കാരനുണ്ട് സഹാബാ, ആരാ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്നത്? അബൂ തൽഹ റളിയല്ലാഹു തആല ഓടി വന്നിട്ട് ആ മനുഷ്യന്റെ കയ്യിൽ പിടിച്ചിട്ട് പറയുന്നു, നബിയേ, ഞാൻ കൊടുക്കാ നബിയേ, ഭക്ഷണം കൊടുക്കാമെന്ന് പറഞ്ഞ ആഗ്രഹത്തോടെ വിളിച്ചു കൊണ്ടുവന്നതാണെന്ന് പറയുമ്പോ ഉമ്മു സുലൈം റളിയല്ലാഹു തആല കരയാൻ തുടങ്ങി. ഉമ്മു സുലൈം ഇരുന്ന് കരയാൻ തുടങ്ങി. അവിടെന്ന് ചോദിച്ചു, എന്തിനാ കരയുന്നത്? എന്തിനാ കരയുന്നത്? അബൂ തൽഹ, ഇന്ന് നമ്മൾ രണ്ടുപേരും പട്ടിണി ുള്ള സാലിഹായ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹാ തന്റെ ഭർത്താവിനോട് പറയുകയാ, ഞാനൊരു വഴി പറഞ്ഞു തരട്ടെ. നല്ല പെണ്ണുങ്ങൾ എങ്ങനെയാണ്? സാലിഹായ പെണ്ണുങ്ങൾ എങ്ങനെയാണ്? പെണ്ണെ, നീ ഇതുപോലെയാകണം. പെണ്ണെ, നീ ഇതുപോലെയാകണം. നിന്റെ ജീവിതം സ്വർഗമാകണോ? നിന്റെ ജീവിതം സമാധാനമുള്ളതാകണോ? നിന്റെ വീടിനകത്ത് സന്തോഷമുണ്ടാകണോ? റബ്ബിന്റെ സ്വർഗത്തിലും ഒരുമിച്ച് കൂടണോ? പെങ്ങളെ, നീ ഇങ്ങനെ ആകണം പൊന്നുമോളെ. ഉമ്മു സുലൈം പറയുകയാ, ഞാനൊരു വഴി പറഞ്ഞു തരാ, ഞാനൊരു വഴി പറഞ്ഞു തരാ. ഒരു പാത്രത്തിനകത്ത് ഭക്ഷണം എടുത്തു വെച്ചിട്ട് നമുക്ക് 4 പേർക്കും കൂടെ തിന്നാനിരിക്കാ. നമുക്ക് 4 പേർക്കും കൂടെ തിന്നാനിരിക്കാ. 11 വയസ്സുകാരനോട് ഉമ്മ വിളിച്ചു പറയുന്നു, അനസേ, എല്ലാവരും പാത്രത്തിനകത്ത് ഭക്ഷണം കഴിക്കാൻ കൈയിടുമ്പോ എന്റെ പൊന്നുമോന് വിളക്കം അണച്ച് കളയണേ അനസേ. എന്നിട്ട് എന്റെ മോന് ഭക്ഷണം വാരി കഴിക്കല്ലേ. ഇന്ന് നമുക്ക് പട്ടിണിയിരിക്കാം മോനെ. ഈ പാവപ്പെട്ട മനുഷ്യൻ ഇന്ന് ഭക്ഷണം കൊടുക്കാ. എന്റെ പ്രിയമുള്ളവരെ, ഭക്ഷണം എടുത്തു വെച്ചു. 4 പേരും കൂടെ ഭക്ഷണം കഴിക്കാനിരുന്നു. 11 വയസ്സുകാരൻ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി ഭക്ഷണ പാത്രത്തിലേക്ക് നോക്കും, ഉമ്മയുടെ മുഖത്തേക്ക് നോക്കും. ആര് പറയുന്നത് അനുസരിക്കേണ്ടത്? എന്താണ് അനുസരിക്കേണ്ടത്? അനസെന്ന പൊന്നുമോന്, സാലിഹായ പൊന്നുമോ, അല്ലാഹുവേ, വിളക്കം അണയ്ക്കുകയാ, വിളക്കം അണയ്ക്കുകയാണ്. പടച്ചവരെ, പട്ടിണിയിരിക്കുകയാണ്. അവസാനമാ വന്ന മനുഷ്യനെ ഭക്ഷണം കഴിച്ച് ദുആ ചെയ്തിട്ട് ഇറങ്ങി പോവുകയാ. അന്ന് രാത്രി അവര് 3 പേരും പട്ടിണി കിടക്കുകയാ. ഒരു ഭാര്യയും ഭർത്താവും 11 വയസ്സുകാരരും. പടച്ചവരെ, പട്ടിണി കിടന്ന് തളർന്ന് അവസാനം ഉറങ്ങിപ്പോയി. അവസാന സുബഹിന്റെ സമയത്ത് അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബിലാൽ തങ്ങൾ ബാങ്ക് വിളിച്ചു. അതാ അബൂ തൽഹ റളിയല്ലാഹു തആല എഴുന്നേൽക്കുകയാ. ഭർത്താവെന്ന് പറഞ്ഞു 11 വയസ്സായി മോനെ, നിസ്കരിക്കണം പൊന്നുമോനെ, നിസ്കരിക്കണം പൊന്നുമോനെ. നടക്കാൻ കഴിയുന്നില്ലെങ്കിൽ വാപ്പ നിന്നെ ചുമരിൽ കയറ്റി പള്ളിയിൽ കൊണ്ടുപോകാമെന്ന് പറയുമ്പോ നീ രാവിലെ സുബഹിക്ക് പള്ളിയിൽ പോകാൻ എഴുന്നേൽക്കുമ്പോ നിന്റെ കൂടെ കിടക്കുന്ന ഭാര്യയെ വിളിച്ചെടുത്തുവോ. അടുത്ത റൂമിൽ കിടക്കുന്ന 18 വയസ്സുള്ള 19 വയസ്സുള്ള സ്വന്തം മക്കളെ ഒന്ന് നമസ്കരിക്കാ വിളിച്ചെടുത്തുന്ന എത്ര ഉപ്പമാരുണ്ട്. വിളക്കണച്ചിട്ട് നിന്റെ വീടിനകത്ത് നടത്തിയ വിരുന്ന് അല്ലാഹുവിനെ വല്ലാതെ ഇഷ്ടപ്പെട്ടു അബൂ അബൂ തൽഹ റളിയല്ലാഹു തആല അവിടുന്ന് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്,
എന്റെ വീടിനകത്ത് ഇന്നലെ രാത്രി നടന്ന കാര്യം എങ്ങനെ അറിഞ്ഞു നബിയേ? അങ്ങനെ അറിഞ്ഞു നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, തൽഹാ, ഇന്നലെ നിന്റെ വീട് കാണാ മലക്കുകളുടെ തിരക്കായിരുന്നു അബൂ തൽഹാ. നീയും നിന്റെ ഭാര്യയും ഈ പുന്നൂര് പട്ടിണി കിടക്കുന്നത് കാണാ. സുബഹി വരെ നിന്റെ വീട്ടിലേക്ക് മലക്കുകൾ ഇറങ്ങി വന്നു തൽഹാ. എന്റെ പ്രിയമുള്ളവരെ, ഒരു നേരത്തെ മരുന്നിന് വേണ്ടിയല്ലേ, ഒരു കുടുംബത്തിന്റെ ഒരു മാസത്തെ ഭക്ഷണത്തിന്റെ പൈസയല്ലേ അല്ല നിനക്ക് തരുന്ന രണ്ടാമത്തെ പ്രതിഫലം? നിന്റെ വീട് കാണാൻ മലക്കുകൾ വരികയാ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, തൽഹാ, ഇന്നലെ രാത്രി ജിബ്രീൽ വന്നു തൽഹാ. ഖുർആനിൽ ഒരായത്ത് ഇറങ്ങി തൽഹാ. ഖുർആൻ പറഞ്ഞ വീടേതാ? ഖുർആൻ പറഞ്ഞ വീടേതാ? വല്ലദീന തബവ്വഉദ്ദാറ വല്ലീമാന മിൻ ഖബലിഹിം യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജതൻ മിമ്മാ ഊതൂ വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസാ വമൻ യൂക ശുഹ നഫ്സിഹി. എന്റെ പ്രിയമുള്ളവരെ, ഖുർആൻ പറഞ്ഞ വീടാ. അതുകൊണ്ട് 15 പാപങ്ങൾക്ക് ഒരു മാസത്തെ ഭക്ഷണത്തിന്റെ പൈസയാ, അവരുടെ മരുന്നിന്റെ പൈസയാ. നീ ഒരുപാടൊന്നും കൊടുക്കണ്ട. ഒരു ദിവസം നീയും നിന്റെ ഭാര്യയും നിന്റെ മക്കളും തിന്നു തീർക്കുന്ന ഒരു ദിവസത്തെ ഭക്ഷണത്തിന്റെ പൈസ മതി ചെറുപ്പക്കാരാ. അല്ലാഹുവേ, ദുനിയാവിലെ പ്രതിഫലം പറഞ്ഞു, ഇനി മരണത്തിന് ശേഷമുള്ള പ്രതിഫലം കേൾക്കണ്ടേ? ഇനി മരണത്തിന് ശേഷമുള്ള പ്രതിഫലം എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരോട്, പൊന്നുമോനെ, പൊന്നുമോനെ, ഒരു നേരത്തെ ഭക്ഷണത്തിന്റെ പൈസ കൊടുത്താൽ പെങ്ങളെ നീ എപ്പോഴും പറയും പ്രസവവേദന മരണവേദനയാ, പ്രസവവേദന മരണവേദനയാണെന്ന് പറയുന്ന പെണ്ണ്, നീ മരണവേദന അനുഭവിച്ചവളാണല്ലോ, പ്രസവവേദന അനുഭവിച്ചവളാണല്ലോ. ഇതിനെത്ര വേദനയുണ്ടെങ്കിൽ മരണത്തിനെത്ര വേദനയാ പെങ്ങള്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്ന ഒന്നാമത് പ്രതിഫലം, ഈ പാവപ്പെട്ടവർക്ക് ഒരു നേരത്തെ ഒരു മാസത്തെ ഭക്ഷണത്തിന്റെ പൈസ കൊടുത്താ അല്ലാഹ് നിനക്ക് അതുകൊണ്ടല്ലേ മരണവേദന സഹിക്കാൻ കഴിയാതെ മയ്യത്ത് കുളിപ്പിക്കുന്നവർക്കറിയാ, ചിലര് കിടന്ന് കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്താറുണ്ട്. അല്ലാഹുവേ, ഞങ്ങളെ കാക്കണേ അല്ലാ, അങ്ങനെയുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. പാവങ്ങളെ സഹായിച്ചാ കിട്ടുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്റെ റഹ്മയുടെ മക്കളോട് പറയുന്നു, മക്കളെ, കഷ്ടപ്പെടുന്നത് വെറുതെയല്ല പോരെ, കഷ്ടപ്പെടുന്നത് വെറുതെയല്ല ചെറുപ്പക്കാരാ. അല്ലാഹ് നിങ്ങൾക്ക് തന്ന പ്രതിഫലവാ കേൾക്കുമോര്. സക്കറാത്തിന്റെ അവസ്ഥയിൽ മരണവേദന സഹിക്കാൻ കഴിയാതെ ഞാനും നിങ്ങളും കിടന്ന് കരയുമ്പോ അസ്റായീല് ചോദിക്കുകയാ, അസ്റായീല് ചോദിക്കുകയാ, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبصروا بالجنة. മരണവേദന സഹിക്കാൻ കഴിയാതെ ഞാനും നിങ്ങളും കിടന്ന് വിളിച്ചു കൂവുമ്പോ അസ്റായീല് ചോദിക്കുകയാ, അല്ലാ തഖാഫൂ വലാ തഹ്സനൂ. എന്തിനാ മോനെ കരയുന്നത്? എന്തിനാ പേടിക്കുന്നത്? എന്തിനാ കിടന്ന് വിളിച്ചു കൂവുന്നത്? നീ ഒരുപാട് പാവങ്ങളെ സഹായിച്ചവനല്ലേ, മരണവേദന താങ്ങാൻ കഴിയുന്നില്ലേ? എങ്കിൽ നോക്കടാ, വഅബ്സിറൂ ബിൽ ജന്നാ,
സ്വർഗം ഇങ്ങനെ കാണിച്ചു തരികയാ. ഇതാണടാ പ്രതിഫലം, നീ കൊടുത്തിന്റെ പ്രതിഫലം, നീ ചെയ്ത സൽക്കർമ്മത്തിന്റെ പ്രതിഫലം. ഇതാണടാ സ്വർഗം, ഇതാണടാ നിന്റെ തറവാട്, ഇതാണടാ നീ ആഗ്രഹിച്ച സ്വർഗം. നോക്കടാ, ഈ സ്വർഗത്തിന്റെ അനുഗ്രഹത്തിലേക്ക് നോക്കുമോരേ, നിനക്ക് മരണവേദന അറിയില്ല ചെറുപ്പക്കാരാ. എന്റെ പെങ്ങളെ, സ്വർണമിടാത്തവര് പെണ്ണുപോലുമില്ലല്ലോ, സ്വർണമിടാത്തവര് പെണ്ണുപോലുമില്ലല്ലോ. പൊന്നുമോളെ, ക്യാൻസർ രോഗം പിടിച്ചിട്ട് മരുന്ന് വാങ്ങാൻ ഗതിയില്ലാത്ത എത്രയോ പാവങ്ങളുണ്ട് പെങ്ങളെ. ആ പാവങ്ങൾക്ക് വല്ലാകവേ ഒരു ദിവസത്തെ മരുന്ന് വാങ്ങാനുള്ള പൈസ കൊടുത്താ അല്ല നിനക്ക് തരുന്ന പ്രതിഫലം 2. പൊന്നുമോളെ, ഇവിടത്തെ പള്ളിക്കാടുണ്ടല്ലോ, ഇവിടത്തെ ഖബർസ്ഥാനിൽ നിന്ന് നാളെ പടച്ചവന്റെ പരലോകത്തേക്ക് ജനങ്ങളെ കടന്നു പോകുന്നത് എങ്ങനാ? പട്ടിയുടെയും പന്നിയുടെയും കടിയുടെയും പേപ്പട്ടിയുടെയും പിന്താരങ്ങളിൽ കുടികുത്തി വെച്ച് ഇടഞ്ഞം നടന്ന കുഷ്ഠരോഗിയെ പോലെ ബുധമലയോളം വലിപ്പമുള്ള വയറ് വലിച്ചുകൊണ്ട് നാളെ പടച്ചവന്റെ പരലോകത്തേക്ക് 41 വിഭാഗത്തില് അല്ലാഹുവിന്റെ പ്രവാചകന്റെ സമുദായം നടന്നു പോകുമ്പോ ഒരു വിഭാഗം ജനങ്ങളെ കബറിനകത്ത് നിന്നെഴുന്നേൽക്കുകയാ. ഒരു വിഭാഗം ജനങ്ങളെ കബറിനകത്ത് നിന്നെഴുന്നേൽക്കുകയാ. അവര് പറവകളെ പോലെ പറക്കുകയാണ്, അവര് പറവകളെ പോലെ പറക്കുകയാണ്. പടച്ചവന്റെ കോടതിയുടെ മുകളിലൂടെ, അല്ലാഹുവിന്റെ മഹ്ശറയുടെ മുകളിലൂടെ അല്ലാഹുവേ ഒരു വിഭാഗം ജനങ്ങൾ പറക്കുകയാ. അല്ലാഹുവിന്റെ കോടതിയെ കുറിച്ച് നിനക്കറിയുമല്ലോ. കൊച്ചു കുഞ്ഞുങ്ങളുടെ മുടി പോലും നരപോകുന്ന കോടതിയല്ലേ, പാല് കൊടുത്തുകൊണ്ടിരിക്കുന്ന ചോരക്കുഞ്ഞിനെ വലിച്ചെറിഞ്ഞിട്ട് തന്റെ പ്രിയപ്പെട്ട മാതാവ് ഓടിയൊളിക്കുന്ന കോടതിയല്ലേ. പെണ്ണേ, ഒരു പെണ്ണങ്ങാണമെന്ന് പ്രസവിച്ചു പോയാ പ്രസവത്തിന്റെ വേദന അവർ അറിയില്ല പെണ്ണേ. അല്ലാഹുവേ, തലയുടെ മുകളിൽ സൂര്യുദിച്ചു നിൽക്കുന്ന ദിവസമാണല്ലോ. അന്ന് തലച്ചോറ് തിളച്ചിട്ട് മുഖത്തുകൂടെ ഒരിച്ചിറങ്ങുന്ന ദിവസമാണല്ലോ. അന്നെല്ലാവരും കരയുന്ന ദിവസമാണല്ലോ. അന്നല്ലേ നരകത്തിന്റെ കാവൽക്കാരനായ മാലിക്കുന്ന മലകം തന്റെ അനുയായികളും 70,000 ചങ്ങലകളിൽ ഒരു ചങ്ങലയിൽ 70,000 മലക്കുകളെ കരഞ്ഞു വിളിച്ചുകൊണ്ട് പടച്ചവന്റെ അദാബ് കൊണ്ട് നിറച്ച നരകത്തിന്റെ ഒരു ഭാഗത്ത് പടച്ചവന്റെ കോടതിയിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് വരുമ്പോ അന്ന് നിന്റെ മക്കള് പറയുന്നു, അല്ലാ, എന്റെ വാപ്പയുടെ നന്മ മുഴുവനും എടുത്ത് എനിക്ക് തന്നിട്ട് എന്റെ തെറ്റുകൾ മുഴുവനും എന്റെ ഉപ്പയുടെ തലയിൽ കെട്ടിവെച്ച് എന്റെ ഉപ്പാര നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് എനിക്ക് സ്വർഗം തരടേ എന്ന് നമ്മുടെ മക്കള് പറയുന്ന കോടതിയുണ്ടല്ലോ. അല്ലാഹുവേ, ചെമ്പിന്റെ തറയിൽ നിന്നിട്ട് കാല് പുള്ളുന്ന നമ്മുടെ മക്കള് പടച്ചവരോ അവിടുന്ന് പറയുന്നു, അല്ലാ, ചെമ്പിന്റെ തറയിൽ നിന്നിട്ട് എന്റെ കാല് പുള്ളുന്ന പടച്ചവര് 9.5 മാസക്കാലം ഗർഭം ചുമന്ന മരണവേദനയുടെ വേദനയിൽ നിന്ന് പ്രസവിച്ച് എന്നെ മാരടത്തിൽ കിടത്തി വളർത്തി എന്റെ പ്രിയപ്പെട്ട ഉമ്മച്ചിയെ ഒന്ന് മരത്തി കിടത്തി തരുമോ അല്ലാ? അവരുടെ നെഞ്ചത്ത് കയറി ഞാനൊന്ന് നിൽക്കട്ടെ റബ്ബേ എന്ന് നമ്മുടെ മക്കള് പറയുന്ന ദിവസമുണ്ടല്ലോ. ഒരു വിഭാഗം ജനങ്ങൾ ഇങ്ങനെ പറക്കുകയാണ്, ഒരു വിഭാഗം ഞങ്ങൾ ഇങ്ങനെ പറക്കുകയാണ്. അവര് പറന്ന് പറന്ന് സ്വർഗത്തിന്റെ മുന്നിലെത്തുമ്പോ ഹാസിനുൽ ജന്ന, സ്വർഗത്തിന്റെ കാവൽക്കാരനായ റിദ്വാൻ എന്ന മലക്ക് ചോദിക്കുകയാ, നിങ്ങളാരാ? ഹൽ റഅയ്തു ഹിസാബ്, ഹൽ റഅയ്തു സിറാത്ത്. ഇത്ര പെട്ടെന്ന് നിങ്ങളുടെ വിചാരണ കഴിഞ്ഞു, നിങ്ങൾ സിറാത്ത് കടന്നിട്ടാടോ വന്നത്? നിങ്ങളാരാ? നിങ്ങളാരാ? വയുതഇമൂന തആമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറാ. ഇന്നമാ നുതഇമുകും ലിവജ്ഹില്ലാഹ് ലാ നരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ. ഇന്നാ നഖാഫു മിർ റബ്ബിനാ യൗമൻ അബൂസൻ ഖംതരീറാ. فوقاهم الله شر ذلك اليوم.
ഒരു പാവപ്പെട്ട കുടുംബത്തിന്റെ പട്ടിണി മാറ്റിയ മക്കളെ, ഒരു രോഗിക്ക് ഒരു നേരത്തെ മരുന്ന് വാങ്ങാറുള്ള പൈസ കൊടുത്ത പെങ്ങളെ, അള്ളാന്റെ ഖുർആനാ പറഞ്ഞത് ഫവകാഹുമുല്ലാഹു ശർറ ദാലികൽ യൗം, ഏറ്റവും ശർറായ ദിവസം നിനക്ക് രക്ഷപ്പെടാനുള്ള വഴിയാ. 3 അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ് വലകാഹു നളറതം വസുറൂറാ, കാണണ്ടേ വാപ്പാ, കാണണ്ടേ ഉമ്മ, നിന്റെ ഉമ്മയെക്കാൾ നിന്നെ സ്നേഹിച്ച, നിന്റെ വാപ്പയെക്കാൾ നിന്നെ സ്നേഹിച്ച, നിന്റെ മക്കളെക്കാൾ നിന്നെ സ്നേഹിച്ച, നിന്റെ കണ്ണ് നിറഞ്ഞ സഹിക്കാൻ കഴിയാത്ത റബ്ബിനെ നിനക്ക് കാണണ്ടേ. അല്ലാഹുവിന്റെ സ്വർഗത്തില് ഒരു വിഭാഗമുണ്ടവര് രാവിലെയും വൈകിട്ടും അല്ലാഹുവെ കാണുന്നവരാ. ഉജൂഹി യൗമഇദിൻ നാദിറാ ഇലാ റബ്ബിഹാ നാദിറാ. അതുകൊണ്ട് ദുനിയാവിലും ആഖിറത്തിലെയും കിട്ടുന്ന പ്രതിഫലത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, ആര് വരും മോനെ? നിന്റെ വാപ്പ പോയപ്പോ എന്ത് കൊണ്ടുപോയി? നിന്റെ ഉമ്മ പോയപ്പോ എന്ത് കൊണ്ടുപോയി? എത്രയോ പേരെ ഇവിടത്തെ പള്ളിയിൽ കൊണ്ട് കബറടക്കിയവനാ. ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടോ? വാപ്പ പോയപ്പോ സർവ്വതും നിന്റെ കയ്യിൽ തന്നിട്ടല്ലേ പോയത്? ഉമ്മ പോയപ്പോ സർവ്വതും ഊരി നിന്റെ കയ്യിൽ തന്നിട്ടല്ലേ പോയത്? മോളെ, ഇതുപോലെ നീ മൂരിക്കൊടുത്തിട്ട് പോകണ്ടവളാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട്, മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന മാതാപിതാക്കളോട്, എന്റെ മോൻ, എന്റെ മോൻ, എന്റെ മോൻ എന്ന് 1000 പ്രാവശ്യം നെഞ്ചത്ത് കൈവച്ചിട്ട് പറയുന്ന വാപ്പാ, ഈ പറയുന്ന നിന്റെ മോൻ ഇന്ന് രാത്രി എങ്ങാനും നീ മരിച്ചു പോയാൽ നാളെ ദുഹറിന്റെ സമയമെത്തുമ്പോ പള്ളിയിൽ നിന്ന് മയ്യത്ത് കെട്ടിൽ നിന്റെ വീട്ടിൽ വരുമല്ലോ. വീടിന്റെ സൈഡിൽ ഒരു ടാർപ്പ വലിച്ചു കെട്ടിയിട്ട് നിന്നെ കുളിപ്പിക്കാനെടുത്ത് കിടത്തുമല്ലോ. നിന്റെ മോൻ കുളിപ്പിക്കുവോ വാപ്പാ? നിന്റെ മോൻ കുളിപ്പിക്കുവോ വാപ്പാ? പെങ്ങളെ, നിന്റെ മോള് നിന്റെ മയ്യത്ത് കുളിപ്പിക്കുവോ? അതെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ പെങ്ങള്? നിന്നെ എടുത്ത് വീടിന്റെ പുറത്ത് കിടത്തിയിട്ട് നിന്റെ പൊന്നുമോളിങ്ങനെ തെണ്ടി നടക്കും എന്റെ ഉമ്മാനെ കുളിപ്പിക്കാരെങ്കിലും ഉണ്ടോ? എന്ത് നേടി പെണ്ണേ? ഈ ജീവിതം കൊണ്ട് എന്ത് നേടി? അവസാനം ആറടി മണ്ണിനകത്ത് പോയി കിടക്കുമ്പോ നിന്റെ മക്കളെ നിന്റെ ഖബറിന്റെ ചരത്ത് വന്ന് യാസീൻ ഓതുവോ? നിനക്കറിയുവോ പെണ്ണ്? എന്റെ സഹോദരങ്ങളോട് ചോദിക്കട്ടെ, നിനക്കറിയുവോ പൊന്നുമോനെ? ഇന്ന് വയത് കടിഞ്ഞു വിടന്ന് രാത്രി നിന്റെ വാപ്പയുടെ ഖബറിന്റെ ചാരത്ത് ചെന്ന് നിന്നിട്ട് കാണാതെ തെറ്റാതെ ഒരു യാസീൻ ഓതാൻ അറിയുമോ ചെറുപ്പക്കാരാ? ഖബറിനകത്ത് കിടന്ന് യാചിക്കുകയാ. നിന്റെ ഉപ്പയും ഉമ്മയും പടച്ചവരെ ഖബറിനകത്ത് കിടന്ന് യാചിക്കുന്നു, അല്ലാ, ഈ ലോകത്ത് ആരെങ്കിലും എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണേ അല്ലാ. നാളെ നിന്റെ അവസ്ഥയും ഇത് തന്നെയാ ചെറുപ്പക്കാരാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട്, പൊന്നുമോനെ, സാലിഹായ മക്കള് വേണ്ടേ? നിന്റെ മയ്യത്ത് കുളിപ്പിക്കുന്ന മയ്യത്ത് പള്ളിക്കകത്ത് കൊണ്ടുവെക്കുമ്പോ ഉസ്താദന്മാരുടെ കയ്യിൽ പിടിച്ചിട്ട് എന്റെ വാപ്പാടെ മയ്യത്ത് ഞാൻ നിസ്കരിക്കും, എന്റെ ഉമ്മച്ചിയുടെ മയ്യത്ത് ഞാൻ നിസ്കരിക്കും. പടച്ചവരെ, ഖബറിന്റെ ചാരത്ത് അവസാന നമസ്കാരം കിടന്ന് എല്ലാവരും ആരടി വെണ്ണിനകത്ത് ഇറക്കി വെച്ചിട്ട് പോകുമ്പോ എനിക്കൊറ്റയ്ക്ക് എന്റെ ഉമ്മയുടെ ചാരത്ത് കുറച്ചു നേരം ഒന്നിരിക്കണം. എന്റെ വാപ്പയുടെ ഖബറിന്റെ ചാരത്ത് നിങ്ങളെല്ലാവരും പൊക്കോ, എന്റെ ഉപ്പയുടെ ഖബറിന്റെ ചാരത്ത് എനിക്കൊരു 5 മിനിറ്റ് ഇരിക്കണമെന്ന് പറഞ്ഞ് ഉപ്പാന്റെ ഖബറിന്റെ ചാരത്തിരുന്ന് ഉമ്മാന്റെ ഖബറിന്റെ ചാരത്തിരുന്ന് പൊട്ടിക്കരഞ്ഞു ദുആ ചെയ്യുന്ന മക്കള് വേണ്ടേ? എന്റെ പ്രിയമുള്ള പെങ്ങളെ, അതിനു വേണ്ടി ജീവിക്കും പൊന്നുമോളെ. നിനക്കാരടി മണ്ണിനകത്ത് കടന്നു ചെല്ലുമ്പോ അതിനകത്തൊരു പ്രകാശമായി എന്തെങ്കിലും കടന്നു വരണ്ടേ? എന്റെ പ്രിയമുള്ള പെങ്ങളെ, പടച്ചവനെ, ഞാൻ ഖബർ സിയാറത്തിന് പള്ളിയിൽ പോയപ്പോ ഒരു ചെറുപ്പക്കാരിയായ പെണ്ണുണ്ടല്ലോ, പള്ളിയുടെ പുറത്ത് ഗേറ്റിന്റെ അടുത്തൊരു ബാഗും തൂക്കിപ്പിടിച്ച് നിൽക്കുകയാ. ഒരു ബാഗും തൂക്കിപ്പിടിച്ച് നിൽക്കുകയാ. എന്നോട് പറഞ്ഞു, ഉസ്താദേ, എന്റെ പൊന്നുമോന് സിയാറത്ത്
സിയാറത്തിന് പോയിട്ട് കാണുന്നില്ല, എന്റെ പൊന്നുമോൻ സിയാറത്തിന് പോയിട്ട് കാണുന്നില്ല, ഞാൻ വിളിച്ചുകൊണ്ട് വരുമോ എന്ന് പറയുമ്പോ അല്ലാഹുവേ ഞാൻ പള്ളിക്കാട്ടിൽ മുഴുവനും പോയി നോക്കി ആരെയും കണ്ടില്ല. രണ്ടാമത് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു പള്ളിക്കാട്ടിൽ ആരുമില്ല. ആ ചെറുപ്പക്കാരിയായ പെണ്ണ് പറഞ്ഞു ഉസ്താദ് എന്റെ 12 വയസ്സുള്ള പൊന്നുമോൻ അവന് കോളേജിൽ ഹിഫ്ള് പഠിക്കുന്നവരാ, അവന് കോളേജിൽ ഹിഫ്ള് പഠിക്കുന്നവരാ, ഇന്ന് ലീവ് കഴിഞ്ഞ് തിരിച്ചു പോകുകയാ ഉസ്താദേ, വാപ്പയോട് യാത്ര പറയാ പോയതാ. ലീവിന് വന്നിട്ട് തിരിച്ചു പോകുന്ന പൊന്നുമോര് മരിച്ചു കിടക്കുന്ന, മരിച്ച് പള്ളിക്കാട്ടിൽ കിടക്കുന്ന വാപ്പയോട് യാത്ര പറയാ പോയതാ. ഉസ്താദേ ബസ് വരാ സമയമായി, എനിക്ക് അശുദ്ധിയാണ്, അതിനകത്തേക്ക് കിടക്കാൻ കഴിയില്ലെന്ന് വിളിച്ചു കൊണ്ടുവരുവോ? പെങ്ങളെ പള്ളിക്കാട്ടിൽ ഇങ്ങനെ തെരഞ്ഞു നടക്കുമ്പോ 12 വയസ്സുള്ള ഒരു പൊന്നുമോര് വെള്ള ജുബ്ബയും ധരിച്ച് തൊപ്പിയും ധരിച്ച് മുണ്ടുമെടുത്തിയ പൊന്നുമോ വാപ്പയുടെ ഖബറിന്റെ മുകളിൽ കിടക്കുകയാ. കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞവന്റെ ജുബ്ബ ഇങ്ങനെ മുഴുവനും നനഞ്ഞിട്ട് ആ വാപ്പയുടെ ഖബറിന്റെ മുകളിലെ മണ്ണ് പറ്റിയിരിക്കുകയാണ്. 12 വയസ്സുകാരനെ പിടിച്ചുണർത്തിയിട്ട് അവന്റെ ജുബ്ബയിലെ മണ്ണ് മുഴുവനും ഞാൻ തുടച്ചു കൊടുത്തു. മോനെ ഉമ്മച്ചി വെളിയിൽ വല്ലാത്ത വിഷമത്തിൽ നിന്നെ കാണാതിരിക്കുകയാ, പെട്ടെന്ന് പോകുമോ? 12 വയസ്സുകാരൻ എന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു ഉസ്താദേ എന്റെ ഉപ്പയ്ക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യുവോ, എന്റെ വാപ്പയ്ക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യുവോ? ഖബറിന്റെ ചാരത്ത് നിന്ന് ഫാത്തിഹ ഓതി പടച്ചവനെ അവസാനം ദുആ ചെയ്യാ സമയമായപ്പോ അവനോട് പറഞ്ഞു മോനെ നീ ദുആ ചെയ്യടാ, നിന്റെ ഉപ്പ വല്ലാതെ സന്തോഷിക്കും മോനെ. നമുക്കിതുപോലെയുള്ള മക്കളെ വേണ്ടേ? കള്ളു കുടിച്ച് കഞ്ചാവടിച്ച് ഉമ്മാനത്തെല്ലുന്ന, വാപ്പാരെ ചീത്ത വിളിക്കുന്ന, നാട്ടുകാരുടെ മുന്നിൽ നാണം കെടുത്തുന്ന മക്കള് നമുക്ക് വേണ്ടല്ലോ പെങ്ങള്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ പ്രതിഫലമാറണം നിങ്ങളുടെ മുന്നിൽ എറിഞ്ഞു പറഞ്ഞു. ഒരേ ഒരു പ്രതിഫലമോർത്താമതി, ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയത്ത് അല്ലാഹുവേ സ്വർഗം കണ്ട് മരിക്കണ്ടേ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുമ്മ അൻസിൽഹുൽ മഖഅദൽ മുഖറബ ഇൻദക യൗമൽ ഖിയാമ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ ശഹ്റു റമളാൻ. അർഹമർ റഹീമായ ദയാലുവായ കരുണയുള്ള അല്ലാഹ്, ഒരുമിച്ച് കൂടൽ നീ കബൂലാക്കണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങൾ പറഞ്ഞതും കേട്ടതുമെല്ലാം ഒരു സാലിഹായ അമലാക്കണേ റഹ്മാനെ. അല്ലാഹുവേ നീ ഇഷ്ടപ്പെടാത്ത ഒരാൾ പോലും ഈ സദസ്സിലില്ല റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ നിന്റെ മുന്നിലേക്ക് നീട്ടുന്ന ഈ കൈകളെ നീ തട്ടിക്കളയല്ലേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾ ഒരുപാട് പാപങ്ങൾ ചെയ്ത പാപികളാ റഹ്മാനെ. ചെയ്തു പോയ തെറ്റിനെ കുറിച്ച് ഞങ്ങൾക്ക് കുറ്റബോധമുണ്ട് റബ്ബേ. ഇനി ഒരിക്കലും മടങ്ങില്ല അല്ലാ, ഇനി ഒരിക്കലും മടങ്ങില്ല അല്ലാ. ഞങ്ങളുടെ പാപങ്ങൾ നീ പുറത്തു തരണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളിൽ പലരും രോഗികളാണ്, ശിഫ നൽകണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ, ദീർഘായുസ് നൽകണേ അല്ലാ. അറുത്തു മുറിക്കുന്ന രോഗങ്ങൾ തരല്ലേ അല്ലാ. കഷ്ടപ്പെട്ട് സമ്പാദിച്ചത് മുഴുവനും വെച്ച് ചികിത്സിച്ചാലും മാറാത്ത രോഗം തരല്ലേ അല്ലാ. ശരീരത്തിന്റെ ഭാഗങ്ങൾ മുറിച്ചു മാറ്റുന്ന രോഗം തരല്ല അല്ലാ. ക്യാൻസർ തരല്ലേ അല്ലാ, ട്യൂമർ നൽകല്ലേ അല്ലാ, ഡയാലിസിസ് ചെയ്യേണ്ട അവസ്ഥ തരല്ലേ അല്ലാ. ശരീരം തളർത്തി ദുനിയാവിലിട്ട് നരകിപ്പിക്കല്ല അല്ലാ. മറ്റുള്ളവർക്ക് ഭാരമാകുന്ന ജീവിതം തരല്ലേ അല്ലാ. കിടന്ന കിടപ്പിൽ റബ്ബേ ഞങ്ങളെ ശപിക്കല്ലേ റബ്ബേ. അല്ലാഹുവേ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് നീ ദീർഘായുസ് നൽകണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ. പടച്ചവനെ രോഗം പിടിച്ച് വേദന സഹിക്ക കഴിയാതെ വീടിനകത്ത് കിടന്ന് കരയുന്നത് കാണേണ്ട ഗതികേട് ഞങ്ങൾക്ക് തരല്ലേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെ സാലിഹീങ്ങളാക്കണേ അല്ലാ, ഹാഫിളീങ്ങളാക്കണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ലാ. നാട്ടുകാരുടെ മുന്നിൽ നാണം കെടുത്തുന്ന മക്കളാക്കല്ല അല്ലാ. ഞങ്ങളെ കണ്ണീര് കുടിപ്പിക്കുന്ന മക്കളാക്കല്ല അല്ലാ. ഞങ്ങളെ വൃദ്ധസദനത്തിൽ കൊണ്ട് വലിച്ചെറിയുന്ന മക്കളാ
രാവിലെ മരിപ്പിക്കണേ അല്ലാ, വെള്ളിയാഴ്ച രാവിലെ മരിപ്പിക്കണേ അല്ലാ. ഞങ്ങളെ കടക്കാരാക്കി മരിപ്പിക്കല്ല റബ്ബേ, ഞങ്ങളെ കടക്കാരാക്കി മരിപ്പിക്കല്ല റബ്ബേ. അല്ലാഹുവേ, എല്ലാവരും കരയുന്ന ദിവസത്ത് ഞങ്ങളുടെ മുഖത്ത് നീ പുഞ്ചിരി തരണേ അല്ലാ. ഞങ്ങളുടെ മയ്യത്ത് കാണുന്നവർ ഞങ്ങളെ പോലെ മരിക്കാൻ കൊതിക്കണേ അല്ലാ, ഞങ്ങളെ പോലെ മരിക്കാൻ കൊതിക്കണേ അല്ലാ. അല്ലാഹുവേ, പോകുമ്പോ 40 പേരെ കൊണ്ട് നല്ലത് പറയിപ്പിച്ചിട്ട് പോകാൻ ഭാഗ്യം തരണേ അല്ലാ. 40 പേരെ കൊണ്ട് നല്ലത് പറയിപ്പിച്ചിട്ട് പോകാൻ ഭാഗ്യം തരണേ അല്ലാ. അല്ലാഹുവേ, ഇവിടെ ഇരിക്കുന്ന ഉസ്താദന്മാരെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ഉഖ്റവിയായ പണ്ഡിതന്മാരിൽ പെടുത്തണേ അല്ലാ. അവരുടെ കുടുംബജീവിതം സന്തോഷത്തിലാക്കണേ അല്ലാ. പടച്ചവരെ, ഈ 12 മണി വരെ ഈ രാത്രി ഇവിടെ ഒരുമിച്ച് കൂടി എന്റെ ഉപ്പമാരെ നീ മറക്കല്ലേ അല്ലാ. മരിക്കുന്ന ദിവസവും സ്വന്തം കൈകൊണ്ട് ഒതുവെടുത്ത് അവസാനത്തെ വഖത്തും ജമാഅത്തായി നിസ്കരിച്ചിട്ട് മരിക്കാൻ ഭാഗ്യം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഈ നാട്ടിലെ ചെറുപ്പക്കാരെ നീ അനുഗ്രഹിക്കണേ അല്ലാ. നന്മയുടെ ഭാഗത്തൊരുമിക്കുന്ന മക്കളാക്കണേ അല്ലാ. തെറ്റ് കണ്ടാ തിരുത്തുന്നവരാക്കണേ അല്ലാ. ഈ നാടിന്റെ വിളക്കുകളാക്കണേ അല്ലാ. അല്ലാഹുവേ, അവർക്ക് നല്ല ജോലിയും നല്ല ഇണയെയും കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ. രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്ത് ഒന്ന് കിടന്നുറങ്ങാൻ കിട്ടിയ സമയത്ത് ഉസ്താദേ മറക്കല്ലേ, ദുആ ചെയ്യടേ എന്ന് പറഞ്ഞുകൊണ്ട് ഒഴുകിയെത്തിയ എന്റെ ഉമ്മ പെങ്ങന്മാരെ നീ മറക്കല്ലേ റബ്ബേ. ഒരുപാട് വേദന സഹിച്ചവരാ, ഇനി നീ വേദനിപ്പിക്കല്ല അല്ലാ. അറുത്തു മുറിക്കല്ലേ അല്ലാ, അറുത്തു മുറിക്കല്ലേ അല്ലാ. അല്ലാഹുവേ, പടച്ചവരെ, ആരെല്ലാം എവിടെയെല്ലാം വെച്ച് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ടോ അവരുടെ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. പടച്ചവരെ, മാസങ്ങളായി രാപ്പകലുകൾ കടന്ന് കഷ്ടപ്പെടുന്ന ഈ റഹ്മയുടെ മക്കളെ നീ മറക്കല്ലേ അല്ലാ. റഹ്മത്തിന്റെ മാസമാണല്ലോ അല്ലാ. അല്ലാഹുവേ, ആ മക്കളെ നീ സഹായിക്കണേ തമ്പുരാനെ. ആര് മറന്നാലും നീ മറക്കല്ല റബ്ബേ, ആര് കളിയാക്കിയാലും നീ കളിയാക്കല്ല റബ്ബേ, ആര് സഹായിച്ചില്ലെങ്കിലും നീ സഹായിപ്പിക്കണേ അല്ലാ. ഒത്തൊരുമ നൽകണേ അല്ലാ, ഐക്യം നൽകണേ അല്ലാ, സ്നേഹബന്ധങ്ങളെ നിലനിർത്തണേ അല്ലാ. അവരുടെ ഭാര്യ സന്താനങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാ. പടച്ചവരെ റബ്ബേ, ഇങ്ങനെ ഒരു മകൻ എനിക്ക് ജനിച്ചല്ലോ എന്നോർത്ത് ഇവരുടെ ഉപ്പയും ഉമ്മയും സന്തോഷിക്കണേ തമ്പുരാരെ. അല്ലാഹുവേ, മൈക്ക് സെറ്റിന്റെ പ്രവർത്തകർ അനുഗ്രഹിക്കണേ അല്ലാ. എല്ലാവിധ അഭിവൃദ്ധിയും നൽകണേ അല്ലാ. പടച്ചവനെ, അമീൻ എന്ന കൂട്ടുകാരൻ അനുഗ്രഹിക്കണേ റബ്ബേ. തന്റെ പൊന്നുമോനെ ഹാഫിളാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, എല്ലാവിധ ഖൈറ് ബറക്കത്തും ചെയ്യണേ അല്ലാ. കൂടെ വന്ന ചെറുപ്പക്കാരൻ അനുഗ്രഹിക്കണേ തമ്പുരാനെ. നല്ല ഒരു ജീവിതം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, പടച്ചവനെ, അല്ലാഹുവേ, എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് സഹോദരങ്ങള് ചെറുവട്ടൂരും പരിസര പ്രദേശങ്ങളിൽ നിന്ന് ഈ സദസ്സിലേക്ക് വന്നവരുണ്ട്. നിങ്ങളെ സ്വർഗത്തിലെ കൂട്ടുകാരാക്കണേ അല്ലാ, സ്വർഗത്തിലെ കൂട്ടുകാരാക്കണേ അല്ലാ. പടച്ചവനെ, ഒരു സദക്ക ചോദിച്ചപ്പോ സ്വർണം തന്നവരുണ്ട്. ഒരു പാവപ്പെട്ട കുടുംബത്തിന് 1 വർഷം 1 നേരം വരെ ഏറ്റെടുത്തവരുണ്ട്. എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, പടച്ചവനെ, അബ്ദുൽ മുത്തലിബ് എന്ന ഒരു സഹോദരന് ഈ വഅദ് ലൈവായി കിട്ടിട്ട് 3333 രൂപ സദക്ക ചെയ്തിരിക്കുന്നു. സ്വീകരിക്കണേ അല്ലാ. ജോലിയിൽ ബർക്കത്ത് നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, പടച്ചവനെ, ശറഫുദ്ദീൻ എന്ന സഹോദരൻ അല്ലാഹുവേ, പടച്ചവനെ, പ്രത്യേകം ദുആ ചെയ്യാ വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹുവേ, അദ്ദേഹത്തിന്റെ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. പടച്ചവനെ റബ്ബേ, ഈ സ്ഥലം കൊടുത്തവർ, സൗകര്യം ചെയ്തവർ എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, പടച്ചവനെ, മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ലാ. വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ലാ. ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണേ അല്ലാ. പടച്ചവനെ, കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ കടം മാറ്റണേ അല്ലാ. അല്ലാഹുവേ, വിവാഹ പ്രായമെത്തിയ ആണിനും പെണ്ണിനും അനുയോജ്യരായ വധുവരന്മാരെ നൽകണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി ആരെല്ലാം പരിശ്രമിച്ചോ അവർക്ക് നല്ല മരണം നൽകണേ അല്ലാ. എനിക്ക് ഭക്ഷണം തന്ന കുടുംബത്തെ അനുഗ്രഹിക്കണേ അല്ലാ. സ്വർഗത്തിന്റെ ഭക്ഷണം
ഭക്ഷണം കൊടുക്കണേ അല്ലാഹ്. ഹൗദുൽ കൗസറിലെ ങ്ങളാക്കല്ലേ അല്ലാ. ഞങ്ങളുടെ മക്കളെ നീ യതീമീങ്ങളാക്കല്ലേ അല്ലാ. ഞങ്ങളുടെ ഭാര്യ നീ വിധവയാക്കി കളയല്ലേ പഠിച്ചവര്. ഞങ്ങൾ ആരും ജീവിച്ച് കൊതി തീർന്നിട്ടില്ല, ഞങ്ങളെ നീ പിരിപ്പിക്കല്ലേ അല്ലാ. അല്ലാഹുവേ, രാവിലെ കവളിൽ ഉമ്മ തന്നിട്ട് ഇറങ്ങി പോകുന്ന ഞങ്ങളുടെ മക്കളെ നീ കാക്കണേ അല്ലാ. വെട്ടിക്കേറി ഞങ്ങളുടെ വീടിന്റെ മുന്നിൽ കൊണ്ടുവന്ന് വെക്കല്ലേ റബ്ബേ. ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോ ഞങ്ങളുടെ മക്കളുടെ മയ്യത്ത് കുളിപ്പിക്കേണ്ട അവസ്ഥ തരല്ലേ അല്ലാ. അപ്പേ, ഞങ്ങളുടെ മക്കളുടെ നെഞ്ചിന്റെ മുകളിൽ പിടിമണ്ണ് വാരിയിടേണ്ട ഗതികേട് ഞങ്ങൾക്ക് ആർക്ക് നീ തരല്ലേ പഠിച്ചവർ. അല്ലാഹുവേ, നിന്റെ മുന്നിൽ ഉയർത്തുന്ന ഈ കരങ്ങൾ മരിക്കുവോളം ഒരാളുടെ മുന്നിൽ നീട്ടി യാചിക്കേണ്ട അവസ്ഥ തരല്ലേ അല്ലാ. വെള്ളിയാഴ്ച പള്ളികിടയും സംഘടനകളുടെ മുന്നിൽ പോയി എന്റെ മക്കളെ കെട്ടിക്കാൻ പൈസയില്ല, മരുന്ന് വാങ്ങാൻ പൈസയില്ല, എന്തെങ്കിലും തരണേ എന്ന് പറഞ്ഞ് യാചിക്കേണ്ട അവസ്ഥ ഞങ്ങളുടെ ഭാര്യ മക്കൾക്ക് നീ കൊടുക്കല്ലേ റബ്ബേ. 5 നേരം നിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്നവരാണ്. മരിക്കോളം ഒരു മനുഷ്യന്റെ മുന്നിൽ തല താഴ്ത്തേണ്ട അവസ്ഥ തരല്ലേ അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും നീ ഞങ്ങളെ നാണം കെടുത്തല്ലേ പടച്ചവരെ. ഞങ്ങൾക്ക് ആർക്ക് നീ അഹങ്കാരം തരല്ലേ അല്ലാ. ഞങ്ങൾക്ക് ആർക്ക് നീ അഹങ്കാരം തരല്ലേ അല്ലാ. അഹങ്കരിക്കുന്നവന്റെ അവസാന നാശമാണല്ലോ അല്ലാ. റബ്ബേ, ഞങ്ങളെ മുനാഫിക്കീങ്ങളിൽ നീ പെടുത്തല്ലേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങൾക്കൊക്കെ ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യണമെന്ന് വല്ലാത്ത മോഹമുണ്ട്. ഒരവസരം തരണേ അല്ലാ, ഒരവസരം തരണേ അല്ലാ. മരിക്കുന്നതിന് മുമ്പ് ഒരിക്കലെങ്കിലും നിന്റെ പ്രവാചകനെ ഒന്ന് സ്വപ്നം കാണാൻ ഭാഗ്യം തരണേ തമ്പുരാനെ. അല്ലാഹുവേ, ഒന്ന് ഭാഗ്യം തരണേ റഹ്മാനെ. അല്ലാഹുവേ, സദക്ക ചെയ്തവർ വലുത് തന്നതുണ്ട്, ചെറുത് തന്നതുണ്ട്. വലിപ്പ ചെറുപ്പം നോക്കാതെ അതിന്റെ പ്രതിഫലം കണ്ട് മരിക്കാ ഭാഗ്യം നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, എന്റെ വാപ്പ ഖബറിലാണ്, മഗ്ഫിറത്ത് നൽകണേ അല്ലാ. എന്റെ ഉമ്മയ്ക്ക് ദീർഘായുസ് നൽകണേ അല്ലാ. എന്റെ സഹോദരങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ, എന്റെ ഭാര്യ നീ സാലിഹത്താക്കി തരണേ അല്ലാ. എന്റെ പൊന്നുമോൻ സിനാനിനെ നീ ഹാഫിളാക്കണേ പടച്ചവനെ. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളിൽ പെടുത്തണേ അല്ലാ. ഈ ശബ്ദം നീ നിലനിർത്തി തരണേ അല്ലാ. അഹങ്കാരം തരല്ലേ പടച്ചവരെ. ജനങ്ങള് വലിയ പ്രവാചകനാണെന്ന് പറയാൻ വേണ്ടി പ്രസംഗിക്കുന്നവനാക്കല്ലേ തമ്പുരാനെ. ദീനിനെ വിറ്റിട്ട് ജീവിക്കുന്നവനാക്കല്ലേ അല്ലാ. ആരും മറന്നാലും നീ എന്നെ മറക്കല്ലേ അല്ലാ. ആര് കൈയൊഴിഞ്ഞാലും നീ കൈയൊഴിയല്ല അല്ലാ. എനിക്ക് നീ അല്ലാതെ ആരുമില്ല റബ്ബേ, സഹായിക്കണേ അല്ലാ. ഈ പറയുന്ന കാര്യങ്ങൾ സ്വന്തം ജീവിതത്തിൽ ചെയ്യാനുള്ള ഭാഗ്യം കൂടെ തരണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾ ഇന്ന് പിരിയുകയാണ്. ജീവിതത്തിൽ ഇനി ഒരിക്കലും ഞങ്ങൾ കണ്ടില്ലെങ്കിലും നിന്റെ സ്വർഗത്തിൽ വെച്ച് കാണാൻ ഭാഗ്യം തരണേ അല്ലാ. അല്ലാഹുവേ, ഈ ദുആ ഞങ്ങളുടെ ജീവിതത്തിൽ അവസാനത്തെ ദുആക്കല്ല അല്ലാ. ഈ ഒരുമിച്ച് കൂടൽ ഞങ്ങളുടെ ജീവിതത്തിൽ അവസാനത്തെ ഒരുമിച്ച് കൂട്ടലാക്കല്ലേ അല്ലാ. ഇന്നിവിടെ നിന്ന് പിരിഞ്ഞ് നാളെ സുബഹി ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഞങ്ങളിൽ ആരെങ്കിലും മരിച്ചുപോയാ ഈ ദുആ ഞങ്ങളുടെ തൗബയായി സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളുടെ തൗബയായി സ്വീകരിക്കണേ റബ്ബേ. ഞങ്ങളുടെ തൗബയായി സ്വീകരിക്കണേ നാഥാ. ദുആ ചെയ്യുന്നവനിലേക്ക് നോക്കാതെ ആമീൻ പറയുന്നവരിൽ ഒരുപാട് നല്ലവരുണ്ട്. ആരുടെയെങ്കിലും കണ്ണീരിന് പകരം ഈ ദുആയ സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, നാളെ വഅദ് പറയുന്ന ഉസ്താദ് ആഫിയത്തും ദീർഘായുസ്സും നൽകണേ റഹ്മാനെ. ഈ പരിപാടി നീ വിജയിപ്പിക്കണേ തമ്പുരാനെ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ ശഹ്റ റമളാൻ.
القرآن ووفقنا فيه للصيام والقيام وتلاوة القرآن اللهم رب ارحمهما كما ربونا صغارا اللهم رب ارحمهما كما ربونا صغارا اللهم رب ارحمهما كما ربياني صغيرا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم എല്ലാവരും ഒരു കൂടെ പറക്കുന്ന പോലെ കരുതി ദുആ ചെയ്യുക അല്ലാഹു ഇനിയും കാണാൻ ആയുസ് നൽകട്ടെ വആഖിറു ദുആനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു